നിയോഗത്താലെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ശ്രീനന്ദ ആ ഉമ്മറപ്പടിയിൽ തന്നെ നിന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ അകത്തേക്ക് നടന്നു. അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നുന്നുണ്ടായിരുന്നു ഇന്ദിരയും മാധവനെയും ഒക്കെ ഫേസ് ചെയ്യാൻ. പക്ഷെ അവനാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന മട്ടിൽ സ്വാഭാവികമായി തന്നെ അവളോട് സംസാരിച്ചു. എന്തോ അതിർവ് മിണ്ടാതെ പോയതുകൊണ്ട് ശ്രീനന്ദയ്ക്ക് ആഹാരം കഴിക്കാനൊക്കെ വല്ലാത്ത മടി തോന്നി. അവൾ പാതി കഴിച്ച പ്ലേറ്റുമായി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും ഇന്ദിര വന്ന് അവളുടെ കൈക്ക് പിടിച്ചു. എന്തു പറ്റി മോളെ? ആഹാരം മുഴുവൻ കഴിച്ചിട്ട് പോവും. സമയമൊന്നും ഒട്ടും വൈകിട്ടില്ല. അതല്ലമ്മേ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വിശപ്പില്ലായ്മയൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്. കാരണം അതൊന്നും അല്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ദിര അങ്ങനെ പറഞ്ഞു. ഇല്ലെങ്കിലുണ്ടല്ലോ, സ്കൂളിൽ ചെന്ന് ലഞ്ച് ബ്രേക്ക് ആകും മുന്നേ വിശന്നു തുടങ്ങും. വിശന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് ആഹാരം മുഴുവൻ കഴിച്ചിട്ട് പോകും. ഇനി അഥവാ താമസിച്ചാല് അച്ഛൻ കോളേജ് വരെ കൊണ്ടുപോയി വിട്ടോളും. അതൊന്നും വേണ്ടമ്മേ, ഞാൻ വേഗം കഴിച്ചിട്ട് റെഡിയായി വരാം. പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രീനന്ദ ആഹാരം മുഴുവൻ കഴിച്ച് പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോയി. അവളുടെ ആ പോക്ക് നോക്കി നിൽക്കുവാണ് ഇന്ദിര. പെട്ടെന്നാണ് മാധവൻ പിന്നിൽ കൂടെ വന്ന് അവരുടെ തോളി തട്ടിയത്. എന്താടോ, എന്തു പറ്റി? രണ്ടാളും തമ്മിൽ ഉടക്കിയോ? ആ, എനിക്കറിയില്ല മാധവേട്ട. അതിർകിറങ്ങി പോകുന്നതും കണ്ടു, ആ കുട്ടി പിന്നാലെ ഇറങ്ങി ഓടുന്നതും കണ്ടു. തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രീനന്ദയുടെ മുഖമൊക്കെ ശ്രദ്ധിച്ചു. വല്ലാതിരിക്കുന്നു, കരഞ്ഞതുപോലെയുണ്ട്. എന്നാൽ ഇവരെന്തിനാ പിണങ്ങിയത്? ഇന്ദിര ആലോചനയോടെ മാധവനെ നോക്കി ചോദിച്ചു. തന്റെ അല്ലേ മോന്, ഇത്തിരി എന്തെങ്കിലും മതി പിണങ്ങാൻ. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ അവൻ എന്റെ മാത്രം മോനായോ? ബിസിനസ്സിൽ സക്സസ് ആകുമ്പോ അവൻ മാധവേട്ടന്റെ മോൻ, ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുമ്പോ അവൻ എന്റെ മോൻ. കൊള്ളാം. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര കൃത്രിമ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് നടന്നു. മാധവൻ അവരുടെ ആ പോക്ക് ഒരു ചെറുചിരിയോടെ നോക്കി നിന്നു. ശ്രീനന്ദ അടുക്കളയിൽ നിന്ന് നേരെ മുകളിൽ അവളുടെ മുറിയിലേക്ക് പോയി. യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി. എല്ലാം ചെയ്യുമ്പോഴും ഒരു വല്ലാത്ത അലസത അവളെ ബാധിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിർവിന്റെ ആ പ്രവൃത്തി, അതുകൊണ്ട് മാത്രം. അവൾ റെഡിയായി താഴേക്ക് വരുമ്പോൾ മാധവനും റെഡിയായി താഴെ നിൽപ്പുണ്ടായിരുന്നു. പോകാം മോളെ, മാധവൻ ശ്രീനന്ദയെ നോക്കി ചോദിച്ചു. പോകാ അച്ഛ. അമ്മയുടെ അവൾ ആര്യൻകുട്ടനെ റെഡിയാക്കുകയാണെന്ന് തോന്നുന്നു. മുകളിലെ റൂമിലുണ്ടാവുമല്ലോ, മോള് കണ്ടില്ലേ? ഇല്ലച്ച, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ പടിയിറങ്ങി വന്നവൾ പാതി പടിയിൽ കയറി നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇന്ദിരയെ വിളിച്ചു. അമ്മേ. അവളുടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെയാണ് ഇന്ദിര അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. എന്താ മോളെ? ഞാൻ പോവാണേ. പോയിട്ട് വരാന്ന് പറയൂ കുട്ടി. പോയിട്ട് വരാം. അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ശ്രീനന്ദ മാധവനൊപ്പം കോളേജിലേക്ക് പോയി. അതേസമയം അതിർവിനും ഒരു വല്ലായ്മ തോന്നി. അവൾ പിന്നാലെ ഇറങ്ങി വന്നതും തന്നോട് മിണ്ടാൻ ശ്രമിച്ചതും എല്ലാം ഓർക്കെ. അവന്റെ മുഖത്തെ ദേഷ്യത്തിന് ഒരൽപ്പം അയവ് വന്നെങ്കിലും എന്തോ അവളോട് അത്ര വേഗം മിണ്ടണ്ടെന്ന് തന്നെ അതിർവ് തീരുമാനിച്ചു. കാര്യം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി അവൻ ശ്രദ്ധിക്കുന്നു പെണ്ണിന് തന്നെ കാണുമ്പോഴുള്ള വെപ്രാളവും വിമ്മിഷ്ടവും, ഒരു തലകുനിച്ചു നടപ്പും ഒളികണ്ണിട്ടുള്ള നോട്ടവും. എന്തോ ഞാനെന്താ അവളെ പിടിച്ച് തിന്നുമോ? അതിർവ് സ്വയം ഓർത്തു. ഓഫീസിലിരുന്നാണ് ഈ ചിന്തയല്ല. അപ്പോഴാണ് അവന്റെ മാനേജർ മുകുന്ദൻ ക്യാബിനിലേക്ക് കയറി വന്നത്. സർ, മീറ്റിങ്ങിനുള്ള ആളുകളെല്ലാം കോൺഫറൻസ് റൂമിൽ റെഡിയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ വരും. ഓക്കെ സർ. മുകുന്ദൻ പോയതോടെ അതിർവ് ലാപ്ടോപ്പും എടുത്തുകൊണ്ട് കോൺഫറൻസ് റൂം ലക്ഷ്യമാക്കി നടന്നു. അതേസമയം ആകെ മൊത്തത്തിൽ ഒന്ന് ഉഷാറില്ലാതെയാണ് ശ്രീനന്ദ കോളേജിലിരിക്കുന്നത്. പാർവതിയാണെങ്കിൽ അവളുടെ ഈ ഭാവ വ്യത്യാസങ്ങളെല്ലാം കൃത്യമായി കാണുന്നുമുണ്ട്. പക്ഷെ എന്തു പറ്റിയെന്ന് ചോദിക്കാനുള്ള ഒരു സാവകാശം അവൾക്ക് കിട്ടിയില്ലെന്ന് പറയുന്നതാവും സത്യം. ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിന്റെ സമയം നോക്കി പാർവതി കാര്യമായി തന്നെ ശ്രീനന്ദയോട് ചോദിച്ചു. നിനക്ക് എന്തു പറ്റി ശ്രീ? രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. നിനക്കൊരു വല്ലായ്മ പോലെ. എനിക്കൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാകും. പിന്നെ ഞാനെന്താ നിന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? സത്യം പറ ശ്രീ. ഒന്നുമില്ല പാറു. അവിടെ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ശ്രീനന്ദയുടെ മറുപടിയിൽ വിശ്വാസം വരാത്തതുകൊണ്ട് പാർവതി വീണ്ടും എടുത്തു ചോദിച്ചു. ഏയ്, അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ? എന്താണെങ്കിലും പറയടി. പാർവതി പരമാവധി ചോദിച്ചിട്ടും ശ്രീനന്ദ ഒന്നും തന്നെ വിട്ടുപറയാൻ കൂട്ടാക്കിയില്ല. പരീക്ഷ വരാൻ പോകുന്നതിന്റെ ടെൻഷനാണെന്നും വെപ്രാളമാണെന്നും ഒക്കെ പറഞ്ഞ് അവൾ ഒരുവിധം ഒഴിഞ്ഞു മാറി. പിന്നെ പാർവതിയും അതേപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്ക് പറയാനുള്ളത് തോന്നുമ്പോൾ പറയട്ടെ എന്ന് കരുതി പാർവതിയും. ഏകദേശം വൈകുന്നേരം വരെ ശ്രീനന്ദ അങ്ങനെയൊക്കെ തന്നെയിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും അവൾ പഴയതുപോലെ മിണ്ടാനും പറയാനും ഒക്കെ തുടങ്ങി. പാർവതി കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി. എങ്കിലും ശ്രീനന്ദ ചിരിച്ചു കണ്ടപ്പോൾ പാർവതിക്കും ഒരാശ്വാസം തോന്നി. സാധാരണ എന്ത് കാര്യമുണ്ടെങ്കിലും ശ്രീനന്ദ പാർവതിയോട് ഒളിച്ചു വയ്ക്കാറില്ല. അവളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം അവളെപ്പോലെ തന്നെ അറിയാവുന്ന ഒരേ ഒരാൾ പാർവതിയാണ്. പക്ഷെ എന്തോ ഇത്രയും ചെറിയൊരു കാര്യത്തിനു വേണ്ടി താൻ ഇങ്ങനെയൊക്കെ പിണങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞാൽ അതുമാത്രമല്ല, പാർവതിക്ക് ഇപ്പൊ തന്നെ വല്ലാത്ത ടെൻഷനുണ്ട്. ഈ വിവാഹം തന്റെ മുന്നോട്ടുള്ള പഠനത്തെയും ജീവിതത്തെയും ബാധിക്കുമോ എന്ന്. അങ്ങനെയുള്ളപ്പോൾ അവളോട് ഇതേപ്പറ്റി കൂടുതൽ പറയാൻ ശ്രീനന്ദയ്ക്ക് മനസ്സ് വന്നില്ല. വൈകുന്നേരം ലാസ്റ്റ് ലോങ് ബെൽ അടിച്ചപ്പോൾ വളരെ ഉത്സാഹത്തോടെയാണ് ശ്രീനന്ദ വീട്ടിലേക്ക് പോകാനായി തുടങ്ങിയത്. അവളുടെ മനസ്സിൽ മറ്റൊന്നും ആയിരുന്നില്ല. അഥർവിനെ കാണണം, കണ്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. ശ്രീനന്ദ പാർവതിയോടും വർത്താനം പറഞ്ഞുകൊണ്ട് മെയിൻ കോളേജ് എൻട്രൻസ് വരെ എത്തി. ശേഷം പതിവ് പോലെ റോഡ് ക്രോസ് ചെയ്ത് അവൾക്കുള്ള ബസ് കാത്തുനിന്നു. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കും വഴിയാണ് ഒരു കാറ് അവളുടെ തൊട്ടു പിന്നിൽ വന്ന് ഹോൺ അടിച്ചത്. ഒരു ഞെട്ടലോടെയാണ് ശ്രീനന്ദ നോക്കിയത്. ജസ്റ്റ് ബസ് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ. പെട്ടെന്നാണ് അത് അഥർവിന്റെ കാറാണെന്ന് ശ്രീനന്ദയ്ക്ക് മനസ്സിലായത്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അഥർവിനെ കണ്ടതും ശ്രീനന്ദയുടെ മുഖം കൂടുതൽ വിടർന്നു. വാ, വന്ന് കയറ്. മുഖത്തൊട്ടും അയവ് വരുത്താതെ വളരെ പരുക്കനായ സ്വരത്തിലാണ് അഥർവ് സംസാരിക്കുന്നത്. അവന്റെ സംസാരം കേട്ടപ്പോൾ ശ്രീനന്ദയ്ക്ക് ചെറിയ തോതിൽ വിഷമം തോന്നിയെങ്കിലും അവൾ അതൊന്നും വകവയ്ക്കാതെ കാറിൽ കയറി. പോകുംവഴി അവനോട് എന്തെങ്കിലും സംസാരിക്കാമല്ലോ എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവൾ കാറിൽ കയറിയ പാടെ അഥർവിനൊരു കോൾ വന്നു. അവൻ ഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് അവരോട് സംസാരിച്ചുകൊണ്ടായിരുന്നു വീട് വരെ കാർ ഓടിച്ചത്. ശ്രീനന്ദയ്ക്ക് കടുത്ത നിരാശ തോന്നി. അവരുടെ കാറ് ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഇന്ദിര ഗാർഡനിൽ ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാധവൻ ഗേറ്റിനരികിൽ ആര്യൻകുട്ടനെ വിളിക്കാനും നിൽക്കുന്നുണ്ട്. അഥർവും ശ്രീനന്ദയും ഒരുമിച്ച് വരുന്നത് കണ്ടതും മാധവന്റെ മുഖം വിടർന്നു. ഇന്ദിരയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവർക്കും അത്യധികം സന്തോഷം തോന്നി. എന്നാൽ കാർ നിർത്തി ഇറങ്ങിയ പാടെ ശ്രീനന്ദ എങ്ങും നോക്കാതെ നേരെ മുകളിലേക്ക് പോയി. അഥർവും അതുപോലെ തന്നെ. ആഹാ, ഇതെന്തൊരു പോക്കാപ്പ എന്ന മട്ടിൽ ഇന്ദിര അവിടെ തന്നെ നിന്ന് അവരിരുവരെയും നോക്കി. ശ്രീനന്ദ നേരെ അവളുടെ മുറിയിലേക്കും അഥർവ് നേരെ അവന്റെ മുറിയിലേക്കും കയറി വാതിലടച്ചു. ഇരുവർക്കും വല്ലാത്തൊരു ദേഷ്യം തോന്നി പരസ്പരം. ശ്രീനന്ദ ബാഗൊക്കെ റൂമിൽ വെച്ചു. ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയ ശേഷം യൂണിഫോം പോലും മാറാതെ നേരെ അഥർവിന്റെ റൂമിലേക്ക് ചെന്നു. ഡോർ അകത്തുനിന്ന് ലോക്കായതുകൊണ്ട് തന്നെ അവൾ വാതിൽ തട്ടി അല്പനേരം പുറത്ത് വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് ഇതാരാണ് തന്റെ മുറിയുടെ ഡോറിൽ തട്ടാൻ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഫ്രഷ് ആകാൻ കയറിയ അഥർവ് ഷോർട്സിന്റെ മുകളിൽ കൂടി ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് ധൃതിയിൽ വാതിൽ തുറക്കാനായി വന്നത്. കുറച്ചുനേരം കഴിഞ്ഞിട്ടും അവൻ തുറക്കാതായതും അത് തന്നോടുള്ള ദേഷ്യം കൊണ്ടാവുമെന്ന് കരുതി ശ്രീനന്ദൻ വീണ്ടും തട്ടി. വാതിൽ തുറന്നതും തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ശ്രീനന്ദയെ കണ്ടതും അവന്റെ മുഖത്ത് വീണ്ടും ദേഷ്യം. എന്താ? അല്പം കനത്തിൽ തന്നെയാണ് അവൻ ചോദിച്ചത്. അത് പിന്നെ എനിക്ക് സംസാരിക്കണം. അവൾ മുഖം താഴേക്ക് കുനിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എനിക്ക് സംസാരിക്കണ്ടെങ്കിലോ? അല്പം കടുപ്പത്തോടെ അഥർവ് പറഞ്ഞു. പ്ലീസ്, എനിക്ക് സംസാരിച്ചേ പറ്റൂ. എന്റെ മുഖത്തുപോലും മര്യാദയ്ക്ക് നോക്കാൻ കഴിയാതെ തനിക്ക് എന്നോട് ഇനി എന്താണ് സംസാരിക്കാനുള്ളത്? അപ്പോഴാണ് അവൾ കുനിച്ചു പിടിച്ച മുഖമുയർത്തി അഥർവിനെ നോക്കുന്നത്. അവന്റെ മുഖത്ത് അവന്റെ നോട്ടവും ആ കണ്ണുകളിലെ തീക്ഷ്ണതയും നേരിടാനാവാതെ ശ്രീനന്ദയുടെ മുഖം വീണ്ടും കുനിഞ്ഞു. താനൊരു കാര്യം ചെയ്യും. ആദ്യം എന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയിട്ട് വാ. എന്നിട്ടാവാം സംസാരമൊക്കെ. ഒരു നിമിഷം
ശ്രീനന്ദ എന്തു മറുപടി പറയണം എന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു. എനിക്കൊന്ന് ഫ്രഷ് ആകണമായിരുന്നു. എങ്ങും തൊടാതെ അഥർവ് പറഞ്ഞതും ശ്രീനന്ദയ്ക്ക് മനസ്സിലായി തന്നോട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറയാതെ പറഞ്ഞതാണെന്ന്. മുന്നും പിന്നും നോക്കാതെ വെട്ടിത്തിരിഞ്ഞവൾ നേരെ അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അവൾ പോയതിന്റെ പിന്നാലെ തന്നെ ഡോറടച്ച് അഥർവ് ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആവാനായി. തലയിലൂടെ വെള്ളം മുഖത്തേക്ക് വീഴുമ്പോഴും അഥർവിന്റെ മനസ്സിലെ ചിന്ത എത്രയും താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൈൽഡിഷായി അവളുടെ മുൻപിൽ പെരുമാറുന്നതെന്നായിരുന്നു. ഇപ്പോൾ ശ്രീനന്ദയോട് സംസാരിക്കുന്ന അഥർവും യഥാർത്ഥ അഥർവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് മനസ്സിലായതും അവൻ തലയൊന്നു കുടഞ്ഞു. തുടരും.